രാഹുൽ ഗാന്ധിയുടെ വോട്ടുചോരി ആരോപണവും ഹൈഡ്രജൻ ബോംബും അതോടൊപ്പം തന്നെ അണുബോംബുമെല്ലാം കേരളത്തിലും കൃത്യമായി തന്നെ സ്വാധീനിക്കാറുണ്ട്. അദ്ദേഹം ആദ്യം ആരോപണം ഉന്നയിച്ചപ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് തൃശൂരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഒരു നേതാവിലേക്ക് ചൂണ്ടുകയാണ്. തൃശൂരിൽ നിന്നുള്ള ഗോപാലകൃഷ്ണനിലേക്കാണ് അത് ചൂണ്ടുന്നത്. കാരണം ഇദ്ദേഹം ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ തന്നെ BJP നേതാവായ ഗോപാലകൃഷ്ണനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ മലയാളികളിൽ ചിലരെങ്കിലും ചിന്തിക്കും, ഇദ്ദേഹം വലിയ രീതിയിൽ ഈ ഹൈഡ്രജൻ ബോംബായി ചൂണ്ടിക്കാട്ടി കൊണ്ടുവന്നത് ഈ ഗോപാലകൃഷ്ണനെയാണോ എന്ന് സംശയിക്കും. കാരണം ഇദ്ദേഹം കുറച്ചു നാളുകളായി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിവാരങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അടുത്തു വരുന്നു, അണുബോംബ് കഴിഞ്ഞു, പിന്നീട് നാറ്റം ബോംബായി, എല്ലാ ബോംബും കഴിഞ്ഞ് അപ്പോൾ ബോംബാണ് വരുന്നത്, ഹൈഡ്രജൻ ബോംബുമായി വരുന്നു എന്ന് പറയുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ ആ പരാമർശങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ മലയാളികൾ ചോദിക്കുന്നു, ഈ ഗോപാലകൃഷ്ണനാണോ ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പപ്പുമോന്റെ ഈ തമാശയുടെ ഭാഗമായി ഈ ഹൈഡ്രജൻ ബോംബായി മാറിയിരിക്കുന്നത്? അത് നമുക്ക് പല രീതിയിൽ എടുക്കാം. ഈ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് BJP-ക്കാർ പോലും ഇദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടോ എന്ന് നാം സംശയമാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിച്ച് ദയനീയമായി പരാജയപ്പെട്ടൊരു നേതാവാണ്. പല ചർച്ചകളിൽ പോയി ദയനീയമായി പരാജയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അത്തരമൊരു നേതാവിനെയാണോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ അവകാശപ്പെടാൻ ഈ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടുന്നത്? പിന്നീട് ഇദ്ദേഹത്തെയും പരിഗണിക്കണോ എന്നത് നാം സംശയമാണ്. അദ്ദേഹം വെറും പപ്പുമോനായി ചുരുങ്ങി അദ്ദേഹത്തെ ഇത്തരം കുളത്തിൽ ചാടുകയും, ഇത് പറയും മുമ്പ് നാം കണ്ടതാണല്ലോ, ബീഹാറിൽ നിന്നും കുളത്തിൽ ചാടി മീൻ പിടിച്ച് അതുവഴിയാണ് അദ്ദേഹം ഡൽഹിക്ക് വന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതൊരു ഭാഗത്ത്. പക്ഷെ ഇനി കേരളത്തിലേക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ചർച്ചാ കേന്ദ്രം കേരളമാണ്. അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നു, അദ്ദേഹം ദേശീയ നേതാവായി, അദ്ദേഹം പാൻ ഇന്ത്യ നേതാവായും അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നു. ഇനി നമുക്ക് കേരളത്തിലേക്ക് തന്നെ വരാം. കേരളത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുണ്ട്. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പരിശോധിക്കുക. അതിൽ മരിച്ചവരുടെ പേരുണ്ട്, വിദേശത്തുള്ളവരുടെ പേരുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയവരുടെ പേരുണ്ട്, ഇരട്ട വോട്ടുകളുണ്ട്, ഒരാളുടെ പേര് തന്നെ 2 or 3 തവണയുള്ളതുണ്ട്. ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ നാട്ടിൽ ഏത് പാർട്ടിയായാലും, BJP ആയാലും, കോൺഗ്രസ് ആയാലും, CPM ആയാലും, മുസ്ലിം ലീഗ് ആയാലും, SDP ആയാലും, ഏത് പാർട്ടിക്കാരോട് ആവശ്യപ്പെട്ടാലും അവരുടെ കയ്യിലെല്ലാം ഈ വോട്ടർ പട്ടിക കാണും. അപ്പോൾ ഇത് പരിഹരിക്കേണ്ടത്, ഇതിൽ കൃത്യത വരുത്തേണ്ടത് എല്ലാം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും BLO എല്ലാമാണ്. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായി അറിയാം ഈ തെറ്റുകൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ട് ചെയ്യുന്ന ദിവസം വോട്ടർ ഏജന്റിനെ അകത്തിരുത്താറുണ്ട്. ഏത് പാർട്ടിക്കായാലും സ്വതന്ത്രനായാലും അനുവാദത്തോടു കൂടി തന്നെ നാം വോട്ട് ചെയ്യുമ്പോൾ അതിന്റെ സമീപത്തിരുന്ന് നാം അവിടെയുള്ള വോട്ടറാണോ, ആ ബൂത്തിലെ വോട്ടറാണോ, ആ നാട്ടിലെ വോട്ടറാണോ എന്നുള്ള കാര്യം നിരീക്ഷിക്കാൻ ഈ പാർട്ടിയുടെ ഒരു ഏജന്റിനെ അകത്തിരുത്തിയിട്ടുണ്ട്. അതെല്ലാം നാം മറക്കുകയാണ്. ഈ മണ്ടൻ രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ചൊന്നും പറയാത്ത എന്താണ്? ഈ കോൺഗ്രസ്സുകാരെന്താ അതിനുള്ളിലില്ലേ? അദ്ദേഹം അതിനുള്ളിൽ ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ നമുക്ക് വിലയിരുത്താം. ഇങ്ങനെയുള്ള ഈ കള്ള വോട്ട് ചെയ്യാൻ വരുന്നവരെയും അതോടൊപ്പം തന്നെ ഇത്തരം നേതാക്കളെയും എല്ലാം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് പലതവണ പിടിച്ചിട്ടുണ്ട്. ഇത് പിടിക്കുന്ന സാഹചര്യമുണ്ട്. നാം കണ്ണൂരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കൂ. ഇത്തരം ബൂത്ത് ഏജന്റുമാരെ CPM പ്രവർത്തകർ പലതവണ തല്ലി ഓടിച്ചതായുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഇത്തരം ബൂത്ത് ഏജന്റുമാർ ഉള്ളിലിരിക്കുമ്പോൾ CPM-ന്റെ ഒരു നേതാവ് തന്നെ, പ്രവർത്തകൻ തന്നെ 3 or 4 തവണ വന്ന് വോട്ടിടുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിയും. അത് ചൂണ്ടിക്കാട്ടും. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ നേതാക്കളെ വഴിയിൽ തടയുക, അതോടൊപ്പം തന്നെ അവരെ ആക്രമിക്കുക, അതെല്ലാം വാർത്തകളുണ്ട്. നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൃത്യമായി തന്നെ മനസ്സിലാകും. അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ആറ്റിങ്ങലിലേക്ക് വരാം. ഈ കോൺഗ്രസിന്റെ നേതാവ്, ഇന്ത്യ മുന്നണിയിൽ മച്ചമ്പി അണ്ണനും തമ്പിയുമായി ഇരിക്കുന്ന CPM-ഉം കോൺഗ്രസും അവിടെ ഡൽഹിയിൽ വോട്ട് ചോരിക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിലേക്ക് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ 2 തവണയും ആറ്റിങ്ങൽ MP ആയ അടൂർ പ്രകാശ് വിജയിക്കുന്നത് എങ്ങനെയാണ്? വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്.
ഇതിൽ 50,000-ലധികം 1,00,000-ലധികം കള്ള വോട്ടുകളും ഇരട്ട വോട്ടുകളും ഉണ്ടായതായി അദ്ദേഹം തുറന്നു പറയുകയും അതിൽ പകുതിയോളം അത് നീക്കം ചെയ്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് 1000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ അത് കൃത്യമായി കണ്ടെത്താൻ, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൃത്യമായി കണ്ടെത്താൻ അടൂർ പ്രകാശ് എന്ന കോൺഗ്രസ് നേതാവിന് കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ നേതാവായ, മുതിർന്ന നേതാവായി അവകാശപ്പെടുന്ന പപ്പുമോൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? പരാജയത്തിന് ശേഷമാണോ അടൂർ പ്രകാശ് രംഗത്ത് വന്നത്? ഇല്ല, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി രംഗത്ത് വന്ന് അത്തരം കാര്യങ്ങൾ കണ്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ച് അതിൽ മാറ്റം വരുത്തി. അപ്പോൾ കോൺഗ്രസ് വിജയിക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ തെരഞ്ഞെടുപ്പിന് ശേഷം അടൂർ പ്രകാശ് വന്ന് പറയുകയാണ് ഞാൻ തോക്കാനുള്ള കാരണം ഇത്തരം കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ കാര്യമല്ലേ ഈ പപ്പു അവിടെ ഡൽഹിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ അതുകൊണ്ടാണ് പലരും പറയുന്നത് ഇദ്ദേഹത്തിന് ബാലബുദ്ധിയാണെന്ന്. കാരണം പിന്നീടാണ് ഇദ്ദേഹത്തിന് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഇപ്പോൾ ഹരിയാനയിലെ എത്തിയിട്ടുള്ളൂ അദ്ദേഹം. ഇവിടെ ബീഹാറിൽ ഇലക്ഷൻ നടക്കുകയാണ്. ഈ ബാലക ബുദ്ധി ചിന്തിച്ചിപ്പോൾ ഹരിയാനയിൽ നിൽക്കുകയാണ്. ഹരിയാനയിൽ നിന്നും കണ്ടുപിടുത്തങ്ങൾ നടത്തി, ബ്രസീലിയൻ യുവതിയെ കണ്ടെത്തി, ചില വോട്ടുകൾ കണ്ടെത്തി. പക്ഷേ ഇപ്പോൾ ബീഹാറുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഇന്നലെയാണ് ഈ ഹൈഡ്രജൻ ബോംബ് എന്ന് അവകാശപ്പെട്ടത് പൊട്ടിച്ചിരിക്കുന്നത്. പക്ഷെ ബീഹാറിലേക്ക് വരൂ. ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട്. ഈ വോട്ടുകൾ മുഴുവൻ കള്ള വോട്ടുകളാണ്, ഇരട്ട വോട്ടുകളാണ്, ഇതെല്ലാം BJP പ്രവർത്തകരുടെ വോട്ടുകളാണ് എന്ന് ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് ഒരു ബീഹാറിൽ അദ്ദേഹത്തിന് ഒരു പത്രസമ്മേളനം വിളിച്ചുകൂടാ? അത് വിളിച്ചിരുന്നെങ്കിൽ കൃത്യമായി തന്നെ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കില്ലേ? നിങ്ങൾ പറയുന്നതിൽ വാസ്തവമുണ്ടെന്ന് വിശ്വസിക്കില്ലേ? ഇത് ബീഹാറിൽ എന്തായാലും സ്വാഭാവികമായ ഒരു പരാജയം സംഭവിക്കും. കാരണം അവിടെ കോൺഗ്രസിന് അടിത്തറയില്ലാത്ത പാർട്ടി 60-70 സീറ്റുകൾ, 60-ലധികം സീറ്റുകളാണ് ചോദിച്ച് മേടിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ RJDയെ പരാജയപ്പെടുത്താനായി, CPIയെ പരാജയപ്പെടുത്താനായി പലയിടങ്ങളിലും ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ തന്നെ മത്സരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ തമ്മിലടി ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി തന്നെ അവർ അവിടെ പരാജയപ്പെടും. അപ്പോൾ പരാജയപ്പെടുന്നതിന് മുൻപുള്ള ഒരു ജാമ്യം എടുക്കുന്ന പരിപാടി മാത്രമാണ് രാഹുൽ ഗാന്ധി ഇന്നലെ അവിടെ നടപ്പിലാക്കിയത്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ബീഹാറിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കണം. കാരണം ഇനി ബീഹാറിൽ പരാജയപ്പെടും മുമ്പ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടൂർ പ്രകാശ് വിജയിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ലേ? അങ്ങനെ വിജയിക്കാനുള്ള ശ്രമം നടത്താതെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ രാഹുൽ ഗാന്ധി എന്ന പപ്പുവിന്റെ ജീവിതം ബാക്കി എന്ന് പറയുന്ന രീതിയിലേക്കല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. പിന്നീട് മറ്റൊരു കാര്യമുണ്ട്, കേരളവുമായി ബന്ധപ്പെട്ട് തന്നെ പരിശോധിക്കാം. കേരളത്തിൽ തുടർച്ചയായി തന്നെ LDF സർക്കാർ, പിണറായി സർക്കാർ ഭരണം നടത്തുന്നു. പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരമുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും CPMന് എന്തുകൊണ്ട് വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. അവർക്ക് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെല്ലാം അവർക്ക് വലിയ രീതിയിൽ ആത്മവിശ്വാസമാണ് തങ്ങൾ വിജയിക്കുമെന്നത്. അത് എന്തുകൊണ്ടുണ്ടാകുന്നു? ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും അവിടെയാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകേട്. ആ പാർട്ടിയിൽ തമ്മിലടി, സമരങ്ങൾ നടക്കുന്നില്ല, എല്ലാ നേതാക്കൾക്കും പ്രധാന പദവികൾ വേണം. ഇങ്ങനൊരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് കേരളത്തിൽ കൃത്യമായി ഇടപെടുന്നു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തകർ സമരത്തിൽ വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ കാണുന്ന ആത്മവിശ്വാസം CPM ഉണ്ടാകുമോ? അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാതെ ആദ്യത്തെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച ശേഷം ബീഹാറിലെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹത്തെ പിന്നീട് നാം വിദേശ രാജ്യങ്ങളിലാണ് കണ്ടത്. അപ്പോൾ ഇനിയും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തെ കാണേണ്ടി വരും. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന ഒരു നേതാവിന് പരാജയങ്ങൾ സ്വാഭാവികമാണ്. കാരണം ഞാൻ കേരളം ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ, രാഹുൽ ഗാന്ധി ഇവിടെ കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ ഈ നേതാക്കളുടെ തമ്മിലടി അവസാനിക്കില്ലേ? ഒരു ദേശീയ മുഖമായി അദ്ദേഹത്തിന് ഇവിടെ നിൽക്കില്ല. അദ്ദേഹത്തിന് എന്ത് സ്വീകാര്യതയാണ് ലഭിക്കുന്നത്? അദ്ദേഹം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു 3-4 ഇടങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ റാലി നടത്തിയെന്ന് നോക്കൂ. അത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് തന്നെ ഉണർവുണ്ടാവില്ലേ? അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവർ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ യോഗം വിളിക്കുന്നു, പൊതുസമ്മേളനം വിളിക്കുന്നു, അദ്ദേഹം സംസാരിക്കുന്നു. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ഉണർവുണ്ടാകില്ലേ? അപ്പോൾ അങ്ങനെ ശ്രമം നടത്താതെ രാഹുൽ ഗാന്ധി ഇത്തരം മണ്ടൻ ആരോപണങ്ങളുമായി ഉന്നയിച്ച് കേരളത്തിൽ പോലും BJPക്കാർക്ക് വേണ്ടാത്ത ഒരു നേതാവിനെയും ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി വീണ്ടും തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഹാസ്യ പരിപാടികൾ.
ആ അടുത്ത ഹാസ്യ കോമഡി ഷോ എന്നാണെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.